لطيفة يسرني ويسعدني بين هؤلاء الكواكب المستنيرة والنجوم الساطعات من العلماء الأباكرة والأمراء الأعزة أن نشكر لضيوفنا الكرام شكرا جزيلا وثناء جميلا على هذه الزيارة. جزاكم الله خير الجزاء. متعنا الله بطول حياتكم ورعانا وإياكم حق ومتعنا وإياهم كمال الصحة وكمال العافية. സർവാദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, സഹൃദയരായ ശ്രോതാക്കൾ, ഈ കോളേജിൽ നിന്ന് ബിരുദം നേടി പുറത്തു വരുന്ന ബിരുദധാരികൾ, ബിരുദാനന്തര ബിരുദധാരികൾ, മാന്യ സഹോദരങ്ങൾ, ആധുനിക യുഗം ജാമിയ സഅദിയ്യ പോലുള്ള മത, ഭൗതിക, സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കാതോർത്തിരിക്കുകയാണ്. കാലത്തിൻ്റെ ടൈം ഡിമാൻഡ് മാറ്ററായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ധനകാര്യമന്ത്രി കേരളത്തിൽ ബജറ്റ് അവതരിപ്പിച്ചത്. ആ ബജറ്റിൽ റവന്യൂ വരുമാനത്തിൻ്റെ പകുതി ഭാഗവും വിദ്യാഭ്യാസ മേഖലക്കാണ് നീക്കിവെച്ചത്. അതിൻ്റെ പുറമെ ഇന്ത്യ രാജ്യത്ത് ഹ്യൂമൻ റിസോഴ്സ് മിനിസ്റ്ററി കോടിക്കണക്കിന് രൂപ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെയും പുറമെ ഓരോ പ്രാദേശിക വിദ്യാലയങ്ങളിലും PTA ഫണ്ട് കോടികൾ അതാത് പ്രദേശങ്ങൾ ചെലവഴിക്കുന്നു. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കോഴിക്കോട് നടക്കാവിൽ ഒരു സ്കൂളിന് വേണ്ടി മാത്രം 22 കോടി രൂപ പ്രാദേശിക ഫണ്ട് ചെലവഴിച്ച് നമുക്കറിയാം. അതിൻ്റെയും എത്രയോ 10 മടങ്ങ് ഓരോ രക്ഷിതാവും തൻ്റെ മകന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ജീവിതം മുഴുവനും നീക്കിവെക്കുന്നു. പക്ഷേ എന്തു നേടി? കേരളത്തിന് എന്തു കിട്ടി? ഇന്ത്യക്ക് എന്തു കിട്ടി? ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് ഇന്ത്യയിൽ 700 യൂണിവേഴ്സിറ്റികളുണ്ട്, 33,000 ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുണ്ട്. പ്രധാനമന്ത്രി 2 ദിവസം മുമ്പ് പറഞ്ഞത് പോരാ, 288 യൂണിവേഴ്സിറ്റികൾ കൂടി അടുത്ത് കേരളത്തിന്, ഇന്ത്യക്ക് തുടങ്ങണം. കേരളത്തിൽ മാത്രം 14 യൂണിവേഴ്സിറ്റികളുണ്ട്. പക്ഷേ ഇന്ന് കേരളം കേൾക്കുന്ന ഓരോ വാർത്തകളും, ഓരോ തീവ്രവാദിയും ഭീകരവാദിയും ഓരോ കുറ്റവാളിയും പിടികൂടുമ്പോൾ അദ്ദേഹത്തിന്റെ പേരിന്റെ മുമ്പും പിമ്പും ചേർക്കാൻ ഡിഗ്രികൾക്ക് ഇംഗ്ലീഷ് മാലകളുടെ അക്ഷരങ്ങൾ തികയാതെ ഇനി ഇംഗ്ലീഷ് അക്ഷരമാലകൾ ഡബിളാക്കേണ്ടി വരുമോ എന്ന് ചിന്തിക്കുന്നു. ഇവിടെയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശങ്ങളിലേക്ക്, അവിടുത്തെ ടീച്ചിങ് മെത്തേഡിലേക്ക്, അവിടുത്തെ എഡ്യൂക്കേഷൻ പർപ്പസിലേക്ക്, അവിടുത്തെ ശൈലിയിലേക്ക് സമൂഹം തിരിച്ചു വരേണ്ടിയിരിക്കുന്നത്. ഇന്ന് എഡ്യൂക്കേഷൻ എന്തു നിർവചനം പറയണമെന്നറിയുന്നില്ല. എഡ്യൂക്കേഷൻ ടോട്ടൽ ലിബറേഷൻ എന്ന് പറഞ്ഞു. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ മോട്ടോ തന്നെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എല്ലാ ചേഞ്ചിങ്ങുമാണ്. മനുഷ്യരെല്ലാ അധാർമികതകളിൽ നിന്നും എല്ലാ അനാശ്വാസ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള ഒരു മോചനം, ഒരു ചേഞ്ചിങ് ആണ് എന്നാണ് പറയുന്നത്. എഡ്യൂക്കേഷൻ ഈസ് നോട്ട് പ്രിപ്പറേഷൻ ഫോർ ലൈഫ് ബട്ട് എഡ്യൂക്കേഷൻ ലൈഫ് ഇറ്റ് സെൽഫ്. വിദ്യാഭ്യാസം എന്നാൽ അതൊരു ജീവിതത്തിനൊരു മാർഗരൂപം കണ്ടെത്തലല്ല, മറിച്ച് മനുഷ്യന്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത് ജീവിതം, അത് തന്നെയാണ് എന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ അവസ്ഥ എന്ത്? അഥവാ ഏതേത് പ്രാഥമിക വിദ്യാലയങ്ങളിലും നേരത്തെ നമ്മുടെ പാർലമെന്റ് മെമ്പർ പറഞ്ഞു, വി ഹാവ് ലോട്ട് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, ലോട്ട് ഓഫ് നവോദയ, ലോട്ട് ഓഫ് എന്ന് കുറെ നമ്മൾ പറഞ്ഞല്ലോ. പക്ഷെ അവിടെയൊക്കെ വരുന്നവരാരാണ്? ഏതാനും ചെറിയ ചെറിയ പിഞ്ചു പൈതങ്ങളായ
തെറ്റുകൾ എന്തെന്നറിഞ്ഞിട്ടില്ലാത്ത, കുറ്റങ്ങൾ കേട്ടിട്ടില്ലാത്ത, അശ്ലീലങ്ങൾ ചിന്തിച്ചിട്ടില്ലാത്ത സ്ഫുടിക സമാന ഹൃദയമനസ്കരായ കുട്ടികളല്ലേ വരുന്നത്. അവർ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ആ രൂപത്തിലേക്കാണോ പുറത്തു വരുന്നത്? ടോട്ടൽ ലിബറേഷൻ എന്ന് പറഞ്ഞാൽ നല്ല മനസ്കരായ കുട്ടികളെ കിട്ടി അവരെ മൃഗതുല്യരാക്കി മാറ്റിയെടുക്കുകയാണോ എന്ന് ചിന്തിക്കുമ്പോഴാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വിദ്യാഭ്യാസ ഇഷ്ടം. ഖുർആൻ പറയുന്നു, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതി വയസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ 400-800 വർഷം ലഭിച്ചിട്ടില്ല. അവിടുന്ന് കുറെ യൂണിവേഴ്സിറ്റികൾ പടുത്തുയർത്തുകയല്ല, അവിടുന്ന് കുറെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുടെ ബിൽഡിങ്ങുകളല്ല, അവിടുന്ന് സിംബോസിയങ്ങളും സെമിനാറുകളുമല്ല, മറിച്ച് കേവലം 23 വർഷക്കാലങ്ങളിൽ അവിടുന്ന് മാറ്റത്തിരുത്തലുകൾക്ക് എങ്ങനെയാണ് മാറ്റത്തിരുത്തുകൾ ഈ ലോകത്തിന് മുമ്പിൽ ഉണ്ടാക്കിയത്? അവിടുന്ന് ലഭിച്ചവർ ആരാണ്? LKG UKG വിദ്യാർത്ഥികളല്ല. ഖുർആൻ പറയുന്ന വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ ഖൈറുൽ കലാമി മാ ഖല്ല വദല്ല. ഖുർആൻ ഏറ്റവും സാഹിത്യ സമൃദ്ധമായ ഗ്രന്ഥമാണല്ലോ. വളരെ കുറഞ്ഞ വാക്കുകൾ, വലിയ ആശയങ്ങളല്ലേ വേണ്ടത്? അവിടെ കാനൂ ളാലീൻ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? അല്ലെങ്കിൽ കാനൂ മിൻ ഖബ്ലിൽ ളാലീൻ എന്ന് മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടില്ല, അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? അതൊന്നും കാനൂ ഫീ ളലാലിൻ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നില്ല. അതൊന്നും പറയാതെ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. എന്താണ് അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങനെ പറയുന്നത്? ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നു, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ലഭിച്ച വിദ്യാർത്ഥികള്, ശ്രോതാക്കള്, അവിടുത്തെ സ്റ്റുഡന്റ് എന്ന് പറയുന്നത് കേവലം 3 വയസ്സുകാരും 4 വയസ്സുകാരുമല്ല. ജീവിതം മുഴുവനും തെറ്റുകളും കുറ്റങ്ങളും വ്യാപൃതരായി, അശ്ലീലങ്ങളും അനാശാസങ്ങളും മുങ്ങിക്കുളിച്ച് ഫീ ളലാലിൻ മുബീൻ, വ്യക്തമായ വൈകേടിത്തരത്തിൽ മുങ്ങിക്കുളിച്ചവർ എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. അഥവാ നമുക്കറിയാമല്ലോ പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും ഡ്രസ്സിൽ ഒരു തുള്ളി 2 തള്ളി ചെളി തെറിക്കാറുണ്ട്. അങ്ങനെ തെറിച്ചാൽ ഉടനെ തന്നെ അത് കഴുകി വൃത്തിയാക്കാറുണ്ട്. എന്റെയും നിങ്ങളുടെയും ടവൽ ഏതെങ്കിലും ഡ്രെയിനേജിൽ വീണ് അതങ്ങ് ആകെ മുങ്ങിക്കുളിച്ചാൽ ഞാനും നിങ്ങളും പറയാം, ഇനി അതെടുക്കണ്ട, അതുകൊണ്ട് ബോധമില്ല, നമുക്ക് മറ്റൊന്ന് വാങ്ങാം, അത് നന്നാവുകയില്ല, കഴുകിയാൽ വൃത്തിയാവുകയില്ല എന്ന് പറഞ്ഞ് അത് ഒഴിവാക്കുകയാണല്ലോ ചെയ്യുക. ഇന്നെല്ലാം ഡിസ്പോസബിളിന്റെ യുഗമാണല്ലോ. ഇന്ന് ഡ്രസ്സുകളും ഡിസ്പോസബിളായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ലഭിച്ച അവിടത്തേക്ക് മാറ്റത്തിരുത്തലുകൾ, ആകെ ചേഞ്ച് വരുത്തിയവര് ജീവിതം മുഴുവനും കള്ളുകുടിയും വ്യഭിചാരവും ഷീട്ടുകളും തെമ്മാടിത്തരങ്ങളും തോന്നിവാസങ്ങളുമായി അതിൽ മാത്രം വ്യാപൃതരായി, നല്ലതെന്തെന്ന് കണ്ടിട്ടില്ലാത്ത, നല്ലതെന്ന് കേട്ടിട്ടില്ലാത്തവർ അവർ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നന്നാവില്ലെന്ന് പറഞ്ഞ് മതിയാക്കില്ല. ഇന്ന് പല അധ്യാപകരും ചില കുട്ടികൾ ചില വൃത്തികേടുകൾ, എന്തെങ്കിലും ചില മോശം ചെയ്തികൾ കാണുമ്പോൾ അത് ആ ഹോൾസെയിൽ അവനെ നന്നാക്കിയിട്ട് കാര്യമില്ല, അവൻ നന്നാവില്ലെന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയല്ല. അങ്ങനെയുള്ള 1,24,000 പരം വരുന്ന ആളുകളെ സ്വഹാബത്തെ കിറാമാക്കി അസ്ഹാബി കന്നുജൂം ബിഅയ്യിഹിം ഇഖ്തദൈതും എന്ന് ലോകത്തിന്റെ മുമ്പിൽ പ്രഖ്യാപിക്കാൻ 1,24,000 പരം വരുന്ന എന്റെ അസ്ഹാബിമാർ അവർ മുഴുവനും ലോകത്തിന്റെ മുമ്പിൽ റോൾ മോഡലാക്കുകയാണ്, അവരെ മാതൃകയാക്കുകയാണ്. ആരോട് നിങ്ങൾ അനുകരിച്ചാലും എന്റെ 1,24,000 പരം വരുന്ന സ്വഹാബത്തെ കിറാമിനെ ആര് നിങ്ങൾ ആ മാതൃകയാക്കിയാലും നിങ്ങൾ വഴിപിഴക്കുകയില്ല, നിങ്ങൾക്ക് നാശം സംഭവിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കാൻ പറ്റാവുന്ന രൂപത്തിൽ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്ത്യയിൽ ഇന്ന് 124 കോടി ജനങ്ങളില്ലേ, 700 യൂണിവേഴ്സിറ്റികളില്ലേ, 33,000 കോളേജുകളില്ലേ? ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു റോൾ മോഡലിനെ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇവിടെയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അവിടുന്ന് ഇൽമിന് നൽകിയ നിർവചനം
നിർവചനം, ഡെഫിനിഷൻ മഹത്വക്കളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിക്കുന്നത് അൽ ഇൽമു നൂറുൻ യഹ്ദി ബിഹില്ലാഹു മൻ യശാ. മഹാനായ ഇമാം ദാരിൽ ഹിജ്റ ഇമാമുൽ അയിമ്മ ഇമാം മാലിക് റളിയല്ലാഹു തആല തങ്ങൾ പറഞ്ഞില്ലേ, മനുഷ്യന്റെ ഹൃദയത്തിൽ അല്ലാഹു നൽകുന്ന ഒരു ആത്മീയ വെളിച്ചം, അതാണ് ഇൽമ് എന്ന് പറയുന്നത്. ഇവിടെയാണ് ധാർമ്മിക വിദ്യാഭ്യാസത്തിന്റെ, സഅദിയുടെ സന്ദേശത്തിന്റെ, സഅദിയ സ്ഥാപനങ്ങളുടെ ലക്ഷ്യം. നമ്മുടെ സുന്നി സ്ഥാപനങ്ങൾ ജാമിഅ മർകദു സഖാഫത്തു സുന്നിയ, ഉള്ളാൾ മദനി കോളേജ്, മുഹിമ്മാത്ത് തുടങ്ങി, മൗഹർ തുടങ്ങി, മഖർ തുടങ്ങി എല്ലാ സ്ഥാപനങ്ങളും സിറാജുൽ ഹുദയും അങ്ങനെ മജ്മഉകളും മുജമ്മഉകളും മർകസുകളും ലക്ഷ്യം വെക്കുന്നത് ഒരേ ഒരു ലക്ഷ്യമാണ്, നൂറുൻ യഹ്ദി ബിഹില്ലാഹു മൻ യശാ. ഞാൻ ഓർക്കുന്ന 1978 ഏപ്രിലില് കോഴിക്കോട് ജാമിഅ മർകദു സഖാഫത്തു സുന്നിയ ഉദ്ഘാടനം ചെയ്ത് തറക്കല്ലിടലോടനുബന്ധിച്ച് കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്ന താജുൽ ഉലമാ അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ് മഹാനവുള്ള പ്രൗഢോജ്വലമായ പ്രഭാഷണമാണ്. റഈസുൽ മുഹഖ്ഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ് ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ് ഉൾപ്പെടെയുള്ള നമ്മുടെ സമാദരണീയരായ നേതാക്കൾ ഒന്നിച്ച് ആ ടൗൺ ഹാളിലേക്ക് വരുമ്പോൾ മഹാനായ ശൈഖുൽ താജുൽ ഉലമയാണ് മുന്നിൽ നടത്തിയിരുന്നത്. അവരെല്ലാം ഉസ്താദുമാരായിട്ട് പോലും അവർ പിന്നിൽ നടക്കുന്നു, താജുൽ ഉലമയെ മുന്നിൽ നടത്തുന്നു. താജുൽ ഉലമ കുടിച്ച വെള്ളം സ്റ്റേജിൽ നിന്ന് ഉസ്താദുമാർ എടുത്ത് കുടിക്കുന്നു. ഞാൻ ഇന്നും കണ്ണിൽ കണ്ടപ്പോൾ ഓർക്കുന്നു, അന്ന് താജുൽ ഉലമ പറഞ്ഞ ഇൽമിന്റെ ഡെഫിനിഷൻ, നൂറുൻ യഖ്ദിഫുല്ലാഹു ഫീ ഖൽബി അബ്ദിഹിൽ മുഅ്മിൻ. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിൽ അല്ലാഹു ഇട്ടു നൽകുന്ന പ്രകാശം. ഇവിടെ കുറെ സർട്ടിഫിക്കറ്റുകളല്ല, കുറെ തൊഴിൽ നേടലല്ല, കുറെ സമ്പാദിക്കലല്ല, കുറെ അവാർഡുകൾ വാങ്ങലല്ല, ഏതെങ്കിലും വലിയ വലിയ അംഗീകാരങ്ങൾ നേടലല്ല, മറിച്ച് അല്ലാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഒരു അംഗീകാരം അഥവാ ആത്മീയ വെളിച്ചം. ലാ യസ്തമിഉ നൂറു വൽ-ളുൽമതു ഫീ ആനിൻ വാഹിദ്. ഒരേ സമയത്ത് ഇരുട്ടും വെളിച്ചവും ഒരുമിച്ച് കൂടില്ല എന്ന് നമുക്കറിയാമല്ലോ. പകൽ സൂര്യപ്രകാശം വളരെ വ്യക്തമായിരുന്നു, സൂര്യൻ അസ്തമിക്കലോടുകൂടെ ആ പ്രകാശം അങ്ങ് പോയി. ഇപ്പോൾ ട്യൂബിലെ വെളിച്ചമാണ്, മെർക്കുടെ വെളിച്ചമാണ് ഓഫ് ചെയ്താൽ ഇരുട്ടായി മാറി. വെളിച്ചവും ഇരുട്ടും ഒരുമിച്ച് കൂടുകയില്ല. അതല്ലേ മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല തങ്ങൾ അവരുടെ ഉസ്താദിനോട് വഖീ റളിയല്ലാഹു അൻഹു സൂഉൽ ഹിഫ്ള് പറഞ്ഞപ്പോൾ അവിടുന്ന് മെമ്മറി പവർ അല്പം കുറഞ്ഞു പോകുന്നു എന്ന് ആരാണ് ഷാഫി ഇമാം എന്ന് ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ. ആ ഷാഫി ഇമാം പറഞ്ഞപ്പോൾ ഷാഫി ഇമാമിനോട് അവിടുന്ന് നിർദ്ദേശിക്കുന്നത് വഖാലൽ ഇൽമു നൂറുല്ലാഹി ഹഖ്ഖാ വനൂറുല്ലാഹി ലാ യുഅതാ ലിഅസ്ഫി. ഇൽമെന്ന് പറയുന്ന അല്ലാഹു നൽകുന്ന ഒരു പ്രകാശമാണ്. ആ പ്രകാശം ദോഷിക്ക് അല്ലാഹു നൽകുകയില്ല. ഖൽബിൽ മാഴ്സിയത്തിന്റെ ഉൾമത്തുണ്ടെങ്കിൽ, ഇരുട്ടുണ്ടെങ്കിൽ അത് ലഭിക്കുകയില്ല. ആ തത്വമാണ് നമ്മുടെ മഹത്തായ സ്ഥാപനങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ലോകം തിരിച്ചറിയുന്നത്. വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികളൊക്കെ ആദ്യകാലങ്ങളിൽ, അടുത്ത കാലം വരെയും ഐക്യു ടെസ്റ്റുകൾ, ഇമോഷണൽ കോഷന്റ്, ഇന്റലിജന്റ് കോഷന്റ്, ബുദ്ധിശക്തി, വൈകാരിക ശക്തിയായിരുന്നു പരിശോധിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ വൻകിട കമ്പനികൾ മനസ്സിലാക്കിയിരിക്കുന്നു ഐക്യുവിനേക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകുന്ന എസ്ക്യു ആണ്, സ്പിരിച്വൽ കോഷന്റ്, ധാർമ്മിക കഴിവാണ്. കഴിഞ്ഞ ജനുവരി 26 നമ്മുടെ രാഷ്ട്രപതി റിപ്പബ്ലിക് ദിനത്തിൽ പ്രസംഗിച്ചത് നമ്മുടെ വലിയ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ അഴിമതിയുടെ അർബുദം കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നമുക്ക് പാഠം നൽകുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്ടം, ജാമിഅ സൗദിയുടെ ശിഷ്ടം, മനുഷ്യന്റെ ധാർമ്മികതയിൽ പെട്ടുപോവാതെ മാഷാ അല്ലാഹ് മഹാനായ ശൈഖുനാ ഖമറുൽ സുൽത്താനുൽ ഉലമ കാന്തപുരം നബി ഉസ്താദ് ഹഫിളഹുല്ലാഹ് വറഅ മഹാനവർകൾ ഇന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ അജയ്യനായ നേതാവായി പ്രസിഡന്റായി പ്രഖ്യാപിക്കപ്പെട്ട നൂറുൽ ഉലമ എം എ ഉസ്താദ് സമസ്ത കേരള
ജംഇയ്യത്തുൽ ഉലമായുടെ സ്ഥാപക നേതാക്കളിൽ നിന്ന് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഖദ്ദസല്ലാഹു തആലാഹുൽ അസീസ് തങ്ങളിൽ നിന്ന് നേരിട്ട് സമസ്തയുടെ പതാക ഏറ്റുവാങ്ങിയ മഹാപണ്ഡിതനാണ് എം.എ. ഉസ്താദ്. ഏകദേശം ഒരു നൂറ്റാണ്ട് കാലത്തോളം 94 കൊല്ലത്തോളം ജീവിതം മുഴുവനും സുന്നത്തുൽ ജമാഅത്തിന് ചിലവഴിച്ചത് പറയാൻ സമയം അനുവദിക്കുന്നില്ല. 30-ലേറെ ഗ്രന്ഥങ്ങൾ മഹാനവറുകൾ എഴുതി. മഹാനവറുകൾ കേരളത്തിന് നടത്തിയ, ഇന്ത്യക്ക് നടത്തിയ, ലോകത്തിന് നടത്തിയ മാതൃകാ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് നേരിട്ടറിയാൻ അബുദാബി മുസഫ ICF പ്രസിദ്ധീകരിച്ച നൂറ്റാണ്ടിന്റെ പ്രകാശം നൂറുൽ ഉലമ എന്ന ഗ്രന്ഥം വാങ്ങുന്നതും അത് വായിക്കുന്നതും പാഠം ഉൾക്കൊള്ളുന്നതും എം.എ. ഉസ്താദിന് മാത്രം ലഭിക്കേണ്ട കുറെ വിജ്ഞാന മുത്തുകളുണ്ട്. അല്ലാഹു തആല മഹാനുഭാവന് ദീർഘായുസ് നൽകുമാറാവട്ടെ. ആ രണ്ട് വലിയ നേതൃത്വം ഇന്ന് നമുക്ക് നൽകുന്ന വലിയ വിദ്യാഭ്യാസ വിപ്ലവം കേരളത്തെന്നല്ല ലോകത്തെ തന്നെ പിടിച്ചു കുലുക്കിയിരിക്കുകയാണ്. ലോകത്തിന്റെ മാതൃകയാവുകയാണ്. ഇതാണ് ഇവിടുന്ന് വിരുദ്ധം നേടിപ്പോകുന്ന സൗദികളോട്, അതുപോലെ തന്നെ എന്റെ സ്വന്തം ശരീരത്തോട്, കൂട്ടുകാരോട് പറയാനുള്ളത്, നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയാവണം. ഉദുഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന വജാദിൽഹും ബില്ലതി അഹ്സൻ. അല്ലാഹു തആല ഖുർആനിൽ ഈ മൂന്നല്ലാത്ത നാലാമത്തൊരു ഖിസ്മ പറഞ്ഞില്ല. പണ്ഡിതന്മാർ പറഞ്ഞില്ലേ, അവിടെ ഈ ദഅവാ മേഖിൽ മുഖാത്തറത്ത് പറഞ്ഞിട്ടില്ല, മുനാസഅത്ത് പറഞ്ഞിട്ടില്ല. ഒന്ന് ഹിക്മത്താണല്ലോ പറഞ്ഞത്. ഹിക്മത്ത് ഫിൽ മാ യംബഗി ഫിൽ വഖ്തില്ലദീ യംബഗി കമാ യംബഗി. ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട പോലെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നല്ലേ ഹിക്മത്തിന്റെ നിർവചനം പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. അതുപോലെ ആദ്യം ഹിക്മത്തിനെ അല്ലേ അല്ലാഹു തആല ആദ്യം പറഞ്ഞത്. ആ ഹിക്മത്തുകളല്ലേ ദഅവയിൽ ഉപയോഗിക്കേണ്ടത്. അതല്ലേ മഹാനായ ശൈഖുന നിബ്ബാസുൽ ഉലമ സ്ഥാപനത്തിന്റെ അജയ്യനായ പ്രിൻസിപ്പാൾ എ.കെ. അബ്ദുറഹ്മാൻ ഉസ്താദ് ഇവിടെ ബിരുദാനെ ഇവിടെ നിന്ന് നൽകിയ സന്ദേശം. നമുക്ക് ലഭിച്ച സൗകര്യങ്ങൾ, സംവിധാനങ്ങൾക്ക് ശുക്ർ ചെയ്യാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ്. ആ ശുക്രദാവകളെ കൊണ്ടാണ് ആ ദഅവയിൽ ആദ്യം പ്രയോഗിക്കേണ്ടത് ഹിക്മത്താണ്, മൗഇദത്തുൽ ഹസനയാണ്, മുജാദല ബില്ലതി അഹ്സൻ. ആ രൂപത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ഉണർത്തി ജാമിയ സഅദിയുടെ ഭാരവാഹികളിൽ നിന്ന്, സാരഥികളിൽ നിന്ന്, നേതാക്കളിൽ നിന്ന്, അതിന്റെ വിദ്യാർത്ഥികളിൽ നിന്ന്, രക്ഷിതാക്കളിൽ നിന്ന് മരിച്ച എല്ലാവരുടെയും ഖബറിനെ പ്രകാശപൂരിതമാക്കണേ അല്ലാഹ്. മഹാനായ ശൈഖുന താജുൽ ഉലമ ആ 94 വയസ്സുകാലത്തും അവസാന നിമിഷം വരെയും നമുക്ക് നേതൃത്വം നൽകിയ മഹാനുഭാവൻ. ഇന്ന് കേരളത്തിന്റെ അങ്ങ് മഹഫാത്താകുന്ന ഏതാനും ദിവസങ്ങൾ മുമ്പ് വരെയും മംഗലാപുരത്തു നിന്നുള്ള ആളിൽ നിന്ന് കേരളത്തിന്റെ അങ്ങേയറ്റത്തേക്ക് തിരുവനന്തപുരത്തേക്കും കന്യാകുമാരിയിലേക്കും ഒരു പാവപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകൻ, ഒരു SSFകാരൻ, ഒരു SYSകാരൻ വിളിച്ചാൽ ക്ഷീണങ്ങൾ നോക്കാതെ, അവിടെ തളർച്ച വകവെക്കാതെ അവിടെ ഓടിയെത്തി അവർക്ക് ദിക്റുചൊല്ലി, അവർക്ക് ദുആ ചെയ്ത്, അവർക്ക് ഇജാസത്ത് കൊടുത്ത്, അവരെ ആശ്വസിപ്പിച്ച്, അവരെ സന്തോഷിപ്പിച്ച് ജീവിതം മുഴുവനും അതിന് നീക്കിവെച്ച മഹാനുഭാവനാണ് നമ്മുടെ സഅദിയുടെ പ്രസിഡന്റായിരുന്നത്. ആ മഹാനുഭാവന്റെ ജീവിത ശൈലി മാതൃകയാക്കി ജീവിതത്തിൽ ഒരു സമയത്തും ദഅവയിൽ നിന്ന് മാറി നിൽക്കാതെ എല്ലാ മേഖലയും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി വിനിയോഗിക്കാൻ തീരുമാനിക്കുക. വിശിഷ്യ മഹാനായ എം.എ. ഉസ്താദ് തബ്ലീഗ് ജമാഅത്തിനെതിരിൽ, ആദിയാനികൾക്കെതിരിൽ, അതുപോലെ ജമാഅത്തെ ഇസ്ലാമികൾക്കെതിരിൽ ആധികാരികമായി എഴുതിയ വിമർശന സാഹിത്യങ്ങൾ മഹാനവകൾ ഉറുദു ഭാഷ നന്നായി പഠിച്ച് അവരുടെ ആധികാരിക ഗ്രന്ഥങ്ങൾ നന്നായി അനാവരണം ചെയ്ത് അതിൽ നിന്ന് പ്രധാനപ്പെട്ട പോയിന്റുകൾ എടുത്ത് അവർക്ക് സുന്നത്ത് ജമാഅത്ത് എന്തുകൊണ്ടാണ് ഹഖാകുന്നത്, മറ്റ് ആശയങ്ങൾ എന്തുകൊണ്ടാണ് ഈ സുന്നത്ത് ജമാഅത്തിന്റെ ശത്രുക്കളുടെ ആദർശങ്ങൾ, ആശയങ്ങൾ എതിർക്കപ്പെടുന്നത് എന്നെല്ലാം സവിസ്തരം പ്രതിപാദിച്ച എത്ര ഗ്രന്ഥങ്ങൾ. അതുപോലെ തന്നെ എം.എ. ഉസ്താദിനോട് മാതൃകയാക്കി നമുക്ക് ജീവിതത്തിൽ മറ്റു ഭാഷകൾ, ബഹുഭാഷാ പാണ്ഡിത്യം ഉൾക്കൊള്ളുക, അതോടുകൂടെ തന്നെ
ടൈം ടേബിൾ അധിഷ്ഠിതമായ ജീവിതം ഈ സമയത്തും ഗ്രന്ഥരചനക്ക് നീക്കിവെക്കുന്നത് ഇതെല്ലാം നമുക്ക് മാതൃകയാണ്. നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. എം.എ. ഉസ്താദിന് പൂർണ്ണാരോഗ്യമുള്ള ദീർഘായുസ് നൽകി ആ തലൽ ദീർഘകാലം ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആഗോള തലത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ യശസ്സ് ഉയർത്താൻ ലോകത്ത് തുല്യതയില്ലാത്ത പണ്ഡിതൻ, ലോകത്ത് 10,000-ലേറെ പണ്ഡിതന്മാരെ വളർത്തിയെടുത്ത മഹാനായ ശൈഖുന സുൽത്താനുൽ ഉലമ റബ്ബേ നാൾക്ക് നാൾ ഇസ്സത്തിലേക്ക് ഉയർത്തണേ അല്ലാഹ്. ആ തണൽ ദീർഘകാലം ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ നേതൃനിരയിലുള്ള എല്ലാ ഉലമാക്കളുടെയും കീഴിലായി ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ എളിയ സംസാരം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹലോ.